EV ആയിരിക്കാം ഭാവി എന്ന് വിചാരിച്ചിരുന്നു നമ്മളെല്ലാവരും. പക്ഷെ അതല്ല ഇനി അടുത്ത് വരാൻ പോകുന്നു. പിടിച്ചു കുലുക്കാൻ പോകുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനും അത് ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡുകൾ എന്ന് പറയുന്നത്. 3-4 മാസം മുമ്പ് വരെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ വാട്ട് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് ഓട്ടോമൊബൈൽസ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് EV എന്നായിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ് എന്ന് പറയുന്ന 3 മോഡൽ വരാൻ പോകുന്ന ഇന്ത്യയിൽ ഈ വർഷം വരും. EVകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ഒരു റേഞ്ച് ആങ്സൈറ്റിയാണ്. ഇതങ്ങനെയല്ല. എന്തൊക്കെ മാറ്റങ്ങളാണ് ലൈസൻസ് രീതിയിലായിട്ടും വരേണ്ടത്? നമ്മൾ 8H എന്നൊക്കെ പറയുന്നത് ഏതോ പ്രാകൃത കാലത്ത് കൊണ്ടുവന്നൊരു സംഭവമാണ്. അതിന് വരെ റോഡിൽ ഓടിക്കണം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈസൻസിങ് സമ്പ്രദായം വേണം. ലൈൻ ട്രാഫിക് എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടി. ഇപ്പോൾ നീ എന്തിനാ ഫാസ്റ്റാഗ് കൂടെ പോയതെന്ന് ചോദിച്ച് ഫൈൻ അടിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നേ പറയാൻ പറ്റൂ. കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഹൈവേ സംസ്കാരമില്ല. നമുക്ക് ഹൈവേ കണ്ടിട്ടില്ല. നമ്മുടെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ എന്താണ്? ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമ്മൾ ഞെട്ടിക്കാറുണ്ട്. ബേസിക് ആയിട്ടുള്ള ചില അച്ചടക്ക പ്രശ്നങ്ങളാണ് എനിക്ക് പൊതുവെ ഇന്ത്യക്കാരായി തോന്നാറുള്ളത്. കുറച്ചൊക്കെ അലമ്പ് ജനതയാണ് പല കാര്യങ്ങളിലും. സാലറി ഇപ്പോൾ ഒരു 30,000 കിട്ടുന്ന ഒരാൾ ഏതൊരു ബഡ്ജറ്റിലുള്ള എങ്ങനെയുള്ള വണ്ടിയൊക്കെ മേടിക്കാം? 10,000 രൂപ ബഡ്ജറ്റുള്ള ഒരാൾ EMI ഒരു 5,000-6,000 രൂപ EMI ഇട്ട് അതിന് ഓടിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ എക്സ്ട്രാ ചിലവുകളൊന്നും കാണാതെ പോകുന്നത്. നല്ല വണ്ടികൾ ഇപ്പോഴും നമുക്ക് വേണം 2.5-3 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാതിരിയുടെ നല്ല വണ്ടികളുണ്ട്. ഡ്രൈവർലെസ് വണ്ടിയൊക്കെ വരിക എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അതൊന്നും ഇപ്പോൾ പോസിബിൾ അല്ല. നമ്മളിപ്പോൾ ഒരു വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് വരുന്നത്? പശു, പട്ടി, മനുഷ്യൻ, ബൈക്ക്, ഓട്ടോറിക്ഷ, യാതൊരു മാനദണ്ഡവും സെൻസും ഇല്ലാതെ ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എത്ര സെൻസർ വേണ്ടി വരും സെൻസ് ചെയ്ത് പോകണമെങ്കിൽ? ഇല്ലേ? പിന്നെ പശുക്കളെ തൊട്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നീ വളരേണ്ടിയിരിക്കുന്നു ഇന്ത്യയല്ലേ? ഒരു 2-3 തലമുറ വരെയൊക്കെയൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. വണ്ടിയെ സ്നേഹിക്കുന്ന, വണ്ടികളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മലയാളികൾക്കും പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു പേരാണ് ബൈജു എൻ നായർ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബൈജു ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? ഇപ്പോൾ എൻ്റെ വിശേഷങ്ങളെക്കാൾ ഉപരി എല്ലാവരുടെയും താല്പര്യം വാഹന വിശേഷങ്ങളാണ്. വാഹന രംഗത്ത് കുറേ വിശേഷങ്ങൾ വരുന്നു. പുതിയ വാഹനങ്ങൾ വരുന്നു, പുതിയ ടെക്നോളജി വരുന്നു, EVകൾ എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു, അതിന് ശേഷമുള്ള ടെക്നോളജി ഏതാണെന്നുള്ള ചോദ്യം വരുന്നു. അങ്ങനെ വളരെ ബിസി ഒരു പീരീഡാണിത്. നമുക്കാണെങ്കിൽ നമ്മളൊക്കെ ആദ്യകാലത്ത് എഴുതി തുടങ്ങുകയൊക്കെ ചെയ്ത സമയത്തൊന്നും വണ്ടികളില്ല എഴുതാൻ. ഇപ്പം അങ്ങനെയല്ല, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അവിടെ നല്ല ബിസി ആയിട്ട് പോകുന്നു, വളരെ സന്തോഷമായിട്ട് യാത്ര പോകുന്നു, മുന്നോട്ട് പോകുന്നു. ഇപ്പം ചേട്ടൻ്റെ ഇപ്പോൾ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 25 വർഷമായി ചേട്ടൻ ഈ ഒരു ജേർണലിസം ഫീൽഡിൽ, ഓട്ടോമൊബൈൽ ജേർണലിസത്തിൽ. ഓട്ടോമൊബൈൽ ജേർണലിസം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പോലും ഇല്ലാണ്ടിരുന്ന സമയത്ത് ചേട്ടനായിട്ട് അങ്ങനെ ഒരു ജേർണലിസം ഫീൽഡിലേക്ക് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ജേർണി? ഇന്നിപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്, അതിങ്ങനെ എത്തി നിൽക്കുന്നു, എങ്ങനെ പോകുന്നു? അല്ല, ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഇതൊക്കെ എത്തിപ്പെടുന്നത്. ഞാൻ മാതൃഭൂമിയിൽ സാധാരണ ജേർണലിസ്റ്റായിട്ട് തുടങ്ങുന്നു. ആ സമയത്ത് ഒരു ഓട്ടോമൊബൈൽ കോളം എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് വന്നു. പക്ഷേ ഞാൻ മാതൃഭൂമിയിൽ നിന്ന് പിരിയുമ്പോൾ വേണമെങ്കിൽ പറയാവുന്ന ഫിനാൻഷ്യൽ ജേർണലിസ്റ്റ് ആയിരുന്നു, ബിസിനസ് റിപ്പോർട്ടറായിരുന്നു കൊച്ചിയിൽ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞാൽ ഇതൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ജേർണലിസം പഠിക്കുമ്പോൾ ജേർണലിസം പഠിക്കാം എന്നല്ലാതെ ഇപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ജേർണലിസം ഒന്നും അതൊക്കെ ഇപ്പം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പുതിയ ഒത്തിരി മാറ്റം വന്നു ഈ ഒരു സിലബസിലൊക്കെ. നമ്മുടെ ഒന്നും കാലത്ത് അങ്ങനെയില്ല. അപ്പോൾ നമ്മൾ എത്തിപ്പെട്ട മേഖലയിൽ ആ മേഖലയായിരിക്കും പിന്നെ നമ്മൾ ജീവിക്കാൻ പോകുന്ന ആ ഒരു മേഖലയായിരിക്കും എന്നൊന്നും ഒട്ടും ചിന്തിച്ചില്ല. ഒരു കോൾ എഴുതി തുടങ്ങിയ സമയത്ത് ഞാൻ അങ്ങേയറ്റം പ്രതീക്ഷിച്ചത് മാതൃഭൂമിയിൽ ആ കോളം ഒന്ന് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ മാതൃഭൂമി തന്നെ ഒരു ഓട്ടോമൊബൈൽ മാഗസിൻ തുടങ്ങാൻ ബൈജു നോക്കിയോ എന്ന് പറയുമെന്നൊക്കെ ഞാൻ കരുതിയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നു, ഓട്ടോമൊബൈൽ മാഗസിൻ തുടങ്ങുന്നു, പിന്നെ ഓട്ടോമൊബൈൽ ചാനലുകളിൽ പ്രോഗ്രാം ചെയ്യുന്നു, ഓട്ടോമൊബൈൽ സംബന്ധിച്ച പുസ്തകങ്ങൾ എഴുതുന്നു, പിന്നെ യൂട്യൂബ് ചാനലെത്തുന്നു. ഇതൊക്കെ അവസാനം വണ്ടികളാണ് നമ്മൾക്ക് ഈ അന്നദാനം, നമ്മുടെ അന്നം എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ മാതൃഭൂമിയിൽ, ഇപ്പോൾ എൻ്റെ കൂടെ മാതൃഭൂമിയിലൊക്കെ ഉണ്ടായിരുന്ന, എൻ്റെ ബാച്ചിലൊക്കെ ഉണ്ടായിരുന്ന ഓരോ യൂണിറ്റ് ഹെഡൊക്കെ ആയിട്ടുണ്ട് മാതൃഭൂമിയുടെ. ഞാനും അങ്ങനെ ഏതെങ്കിലും മാതൃഭൂമി യൂണിറ്റിൻ്റെ ഹെഡായിട്ടോ വല്ല ഇരിക്കേണ്ട സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുക പോലും ഇല്ലല്ലോ, അല്ലേ? അപ്പോൾ നല്ല സന്തോഷമാണ് ആ കാര്യത്തിൽ. ഈ വണ്ടി വെച്ച് തന്നെ നമ്മുടെ ലൈഫ് ഒരു സക്സസ്ഫുൾ ആക്കി എന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഇപ്പം ലണ്ടനിലേക്കൊക്കെ ഉള്ള യാത്ര എന്ന് പറയുന്നത് വളരെയധികം, അത്രയും ദൂരം കാർ ഓടിച്ചു പോവുക, 2 പേര് കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെ കാർ ഓടിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് വളരെയധികം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്നതാണോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയായിരുന്നു ആ യാത്രയുടെ അനുഭവമൊക്കെ? ആ യാത്ര ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ, ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ആലോചിക്കുമ്പോൾ ഒരു വലിയ സംഭവമായിട്ടല്ലാതെ വേണമെങ്കിൽ കാണാം. കാരണം വെച്ചാൽ ഇപ്പം ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ ഓടിച്ചു വന്ന പലരും ഉണ്ട്. പക്ഷെ അന്ന് നമുക്ക് ഈ ഗൂഗിൾ മാപ്പോ ഗൂഗിൾ ലൊക്കേഷനോ ഒന്നുമില്ല. നമ്മൾ ഈ മറ്റേ സാധാരണ പേപ്പറിലുള്ള മാപ്പിലാണല്ലോ നമ്മൾ ഇതൊക്കെ അടയാളപ്പെടുത്തി ചോദിച്ചു തന്നെയാണ്, ശരിക്കും ചോദിച്ചു തന്നെയുള്ള പോക്കായിരുന്നു. ഓരോ രാജ്യത്ത് ചെല്ലുന്നു, അടുത്ത മലയാളികളെ പരിചയപ്പെടുന്നു, അവരോട് ചോദിക്കുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു.
അപ്പോൾ അത് ഒരു തിരിഞ്ഞെന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ തോന്നില്ല, ഞാൻ തന്നെ ചെയ്താണെന്ന് തോന്നില്ലേ, അങ്ങനെ ഒരു തോന്നലുണ്ടാക്കുന്നൊരു യാത്രയായിരുന്നു ഇപ്പോഴും അന്നും ഇന്നും അത്. ഇനിയിപ്പോൾ ഒരാൾ എന്നെ പലരും പിന്നെ വിളിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പോയാലോ ഒന്നുകൂടെ, ഞാൻ പറയില്ല, അത് കഴിഞ്ഞു, അത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും വേണം ഓടിക്കാൻ നല്ലത്, ഇനി ആ ഒരു യാത്ര വീണ്ടും ഇല്ല, അതവിടെ അങ്ങനെ ഇരിക്കട്ടെ, ഒരു നമ്മുടെ എന്താ പറയുക നമ്മുടെ മനസ്സിരിക്കട്ടെ. ഇനി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ അടുത്ത കാലത്തൊരു യാത്ര ഇങ്ങനെ പരിപാടി ഇട്ടു, പക്ഷേ അത് അത്ര എളുപ്പമല്ല. അത് എന്തെങ്കിലും ആരോഗ്യവും പ്രായമൊക്കെ അനുവദിച്ചാൽ പോകണമെന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സൗത്ത് അമേരിക്ക ഒരു പാൻ അമേരിക്കൻ ഹൈവേ ഉണ്ട്. അത് നമുക്ക് ഈ കാനഡയിൽ നിന്ന് തുടങ്ങിയിട്ട് 10-12,000 കിലോമീറ്റർ ഓടി അർജൻറ്റീനയുടെ അറ്റം വരെ പോകുന്ന ഒരു സംഭവം. അത് ഞാനിപ്പോൾ അങ്ങനെ അല്ലാതെ 2-3 തവണ ആ രാജ്യങ്ങളൊക്കെ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അത്ര സേഫസ്റ്റ് കൺട്രീസ് ഒന്നും അല്ല. ഇപ്പം നമ്മളിപ്പോൾ ലണ്ടനിലേക്ക് ഓടിച്ചു പോയപ്പോഴത്തേക്ക് എല്ലാം നമുക്ക് പരിചിതമായ യൂറോപ്പായാലും ചൈന, കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ അത് കിട്ടും. പക്ഷേ ഇതങ്ങനല്ല, ഇത് നമ്മൾ ഈ തോക്കും പിടിച്ച് നടക്കുന്നവരുടെ ഒക്കെ രാജ്യങ്ങളാണ് അധികം. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം സേഫ് ആണെന്നുള്ളതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് പറ്റുമെങ്കിൽ ഒന്ന് പോകണമെന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സൗത്ത് അമേരിക്ക. ഇപ്പം ചേട്ടനിപ്പോൾ ഏകദേശം 138ഓളം രാജ്യങ്ങൾ, 133 അത്ര രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചു. അപ്പം എങ്ങനെയാണ് അവിടുത്തെയും നമ്മുടെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ എന്താണ്? അയ്യോ, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പരമതരത്തിലെ രാജ്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അത് ഇപ്പം നമ്മൾ എല്ലാം ഇന്ത്യ മോശമാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റുന്ന രീതിയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമ്മളെ ഞെട്ടിക്കാറുണ്ട്. സ്റ്റേജ് കഴിഞ്ഞു ആണ്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് ഞെട്ടിപ്പോയത്, ഞാനിപ്പം ജമ്മുവിലെ വൈഷ്ണോദേവി ടെമ്പിളിൻ്റെ ആ ഭാഗത്തൊരു ഡ്രൈവിന് പോയതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഹിമാലയത്തിൽ കൂടെയൊക്കെ പോകുന്ന ഹൈവേസ് പണി നടക്കുക. ആ മേലോട്ടൊക്കെ കാണുന്നത് അത്ര ഹൈറ്റിൽ ഹൈവേസ് പണിതുകൊണ്ടിരിക്കുക, എല്ലാം എലിവേറ്റഡ് ഹൈവേസ്. അതൊക്കെ നമ്മളെ ഞെട്ടിച്ചോളാം. കാരണം നമ്മളത് സാധാരണ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലൊക്കെ പോകുമ്പോൾ കാണുന്ന ടൈപ്പ് മലകൾക്കിടയിലൂടെ ഹൈവേ ഒക്കെ ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില അച്ചടക്ക പ്രശ്നങ്ങളാണ് എനിക്ക് പൊതുവെ ഇന്ത്യക്കാരായി തോന്നാറുള്ളത്. നമ്മളൊരു കുറച്ചൊക്കെ ഒരു അലമ്പ് ജനതയാണ് പല കാര്യങ്ങളിലും. ആ ഒരു അച്ചടക്കമില്ലായ്മ, സിവിക് സെൻസ് ഇല്ലായ്മ, ഇത്തരം കാര്യങ്ങളാണ് ഇന്ത്യക്കാർ പഠിക്കേണ്ടത്. അതൊരു ഗവൺമെൻറ്റിന് പഠിപ്പിക്കാൻ പറ്റില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ജനം സ്വയം ഒന്ന് മാറേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അഴിമതി, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നേരെ നിന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ലോകത്ത് എവിടെ പോയാലും പല സ്ഥാപനങ്ങളെയും തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാരാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. ഇനിയിപ്പം വണ്ടികളിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഇപ്പം ഇനിയിപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന, അല്ലെങ്കിൽ ചേട്ടനേറെ പ്രതീക്ഷയോടൊക്കെ കാത്തിരിക്കുന്ന, വിപണിയെ തന്നെ പിടിച്ചു കുലുക്കാൻ പോകുന്ന വണ്ടികൾ ഏതൊക്കെയായിരിക്കാം വരാൻ പോകുന്നത്? പിടിച്ചു കുലുക്കാൻ പോകുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാനും അത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡുകൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ ഒരു 3-4 മാസം മുമ്പ് വരെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ വാട്ട് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് ഓട്ടോമൊബൈൽസ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് EV എന്നായിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ് എന്ന് പറയുന്ന 3 മോഡൽ വരാൻ പോകുന്ന ഇന്ത്യയിലേക്ക് ഈ വർഷം വരും. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോൾ CNGയും പെട്രോളും രണ്ടും ഉള്ള കാറിൻ്റെ അതേ അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത് EVയിലോടും, EV ചാർജ് തീർന്ന പെട്രോളിലോടും. അപ്പോൾ EVകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ഒരു റേഞ്ച് ആങ്സൈറ്റിയാണ്. ഇത്ര ഓടിക്കഴിഞ്ഞാൽ റേഞ്ച് തീർന്ന വഴി കിടക്കുകയുള്ളൂ. ഇതങ്ങനെയല്ല, റേഞ്ച് തീർന്നാൽ നമുക്ക് അപ്പോൾ തന്നെ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്ത് ഓടിച്ചു പോകാം. അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന MGയുടെ വരാൻ പോകുന്നതിനെ പറ്റി ഞാൻ കേട്ടത് 100 കിലോമീറ്റേഴ്സ് EVയിലോടും. അപ്പോൾ നമ്മളിവിടുന്ന് ഓടുന്നു, ആലപ്പുഴയും കഴിഞ്ഞ് കുറേ ദൂരം പോകുമ്പോൾ EV ചാർജ് തീരുന്നു, അപ്പോൾ തന്നെ നമ്മൾ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്ത് ഓടിച്ചു പോകാം. ഇനി അങ്ങനെയല്ല, എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കരുനാഗപ്പള്ളിയിൽ വേണമെന്ന് ചാർജ് ചെയ്ത് 100 കിലോമീറ്റർ ഓടാം. ഇതൊരു വലിയ വിപ്ലവമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഓടിക്കാം. EV തീർന്നാൽ പെട്രോൾ തീർന്നാൽ EV എന്തും ആകാം. പക്ഷേ പ്രൊവൈഡഡ് ഇതിൻ്റെ വില എന്തായിരിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഇതിന് ഈ ഒരു ടെക്നോളജി രണ്ടും കൂടെയുള്ള ടെക്നോളജി ആകുമ്പോഴത്തേക്കും വണ്ടിയുടെ വില കൂടുമോ എന്നുള്ളൊരു കാര്യം. രണ്ട് കാര്യങ്ങൾ സർവീസ് ചെയ്യണം. ഒന്ന്, പെട്രോൾ എഞ്ചിനുണ്ട്, ഇതിന് മോട്ടറുണ്ട്, ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സർവീസ് കോസ്റ്റൊക്കെ 2 വണ്ടിയുടെ സർവീസ് കോസ്റ്റിന് ഒരുമിച്ച് വരാനുള്ള സാധ്യതയുണ്ട്, EVയുടെയും പെട്രോൾ മോഡലിൻ്റെയും. അത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് സർവീസ് കോസ്റ്റ്, വണ്ടിയുടെ വില, ഇതെല്ലാം ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഒരു വിജയം. എന്നിപ്പോലും എനിക്ക് തോന്നുന്നത് ഒരു വിജയമാണ്, സാധ്യതയുള്ളൊരു ടെക്നോളജിയാണ് അതെന്നുള്ളതാണ്. അഫോർഡ് ചെയ്യാൻ പറ്റുമോ കൂടി അറിയേണ്ടിയിരിക്കുന്നു. അതെ. ഇപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവലുള്ള ഒരു മിറായി എന്ന് പറയുന്നൊരു മോഡലുണ്ട് ടൊയോട്ടയ്ക്ക്. ഹൈഡ്രജനാണ്, വെറും വെള്ളത്തിലോടുന്നതാണ്. പക്ഷേ അതിന് 1.5 കോടി രൂപ വിലയുണ്ട് വണ്ടിക്ക്. അതുകൊണ്ടാണ് അത് വ്യാപകമാകാത്തത്. അതുകൊണ്ടാണ് അവരത് മറ്റ് രാജ്യങ്ങളൊന്നും അങ്ങനെ വിൽക്കുന്നില്ല. അത് ജപ്പാനിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ വിലയുള്ളൊരു വാഹനമാണോ വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പം EVയെ കുറിച്ച് പറഞ്ഞല്ലോ, EV ആയിരിക്കാം ഭാവി എന്ന് വിചാരിച്ചിരുന്നു നമ്മളെല്ലാവരും. പക്ഷെ അതല്ല, ഇനി അടുത്ത് വരാൻ പോകുന്നു.
അപ്പം EVയുടെ ഒരു ഭാവി ഇനി എന്തായിരിക്കും എന്നാണ് ചേട്ടൻ ചിന്തിക്കുന്നത്? അല്ല, EV അങ്ങനെ നശിച്ചു പോകുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ പ്ലഗ് ഇൻ ഹൈബ്രിഡ് അല്ല എന്തൊക്കെ വന്നാലും നമ്മൾ നല്ല റേഞ്ചുള്ള EV ഇപ്പോൾ 2000 കിലോമീറ്റർ ഓടും എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം. പക്ഷേ അതൊരു 20 മിനിറ്റ് കൊണ്ട് ചാർജ് ആകണം. അതെ അതെ. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് വളരെ എക്കണോമിക്കലായിട്ട് കൊണ്ടു നടക്കാം, വളരെ റേഞ്ച് ആങ്സൈറ്റി ഇല്ലാതെ കൊണ്ടു നടക്കാം. പിന്നെ ഇതിൻ്റെ ഒന്നിൻ്റെ ഡ്രോബാക്സ് ഒന്നെന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ കുറവാണ് EVകളെ സംബന്ധിച്ച്. അത് വാങ്ങിച്ചാലേ വാങ്ങിച്ചു, പിന്നെ അത് വിറ്റ് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. 2 ബാറ്ററിയുടെ ഒരു വാറണ്ടി, അതിപ്പോൾ എല്ലാവരും ലൈഫ് ടൈമൊക്കെ വാറണ്ടി കൊടുത്തു തുടങ്ങി. അപ്പം EV തന്നെ ആയിരിക്കും ഭാവി എന്ന് തോന്നുന്നു. പ്ലഗ് ഇൻ ഹൈബ്രിഡിൻ്റെ കാര്യത്തിൽ ലോകത്ത് പല സ്ഥലങ്ങളിലും പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഓൾറെഡി ഉണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഹ്യൂജ് സക്സസ് ആയി EVയെ തള്ളി മുന്നിലെത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു EV തന്നെ ആയിരിക്കാം ഭാവി. ഇപ്പോൾ ഈ EV ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം മലയോര മേഖലകളിലൊക്കെ പോകുമ്പം ചാർജിങ് പോർട്ടലുകൾ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് കാണാനുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് എങ്ങനെ EVയെ കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അല്ല, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചാർജിങ് പോയിന്റുകൾ എല്ലായിടത്തും ആയി. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മാരുതി ഇപ്പം ആദ്യത്തെ EV വന്നു, വിറ്റാര എന്ന് പറഞ്ഞു. മാരുതിയുടെ എല്ലാ ഡീലർഷിപ്പുകളിലും ഇപ്പം ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. മാരുതിയുടെ ഡീലർഷിപ്പ് ഇല്ലാത്ത ഏത് സ്ഥലമുള്ളത്? തീർച്ചയായിട്ടും ഇല്ലേ, കട്ടപ്പന നടക്കേണ്ട എല്ലായിടത്തും ഇല്ല. അപ്പോൾ പിന്നെ എവിടെയും ചാർജ് ചെയ്യാന്നുള്ള അവസ്ഥ വന്നു. രണ്ടാമത്തെ കാര്യം ഇതാണ്, മിനിമം ഒരു 450-500 കിലോമീറ്റർ റേഞ്ചൊക്കെ മിക്കതിനും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പിന്നെ വീട്ടിൽ ചാർജ് ചെയ്യരുത്. എല്ലാവരും ഒരു 7 കിലോവാട്ടിന് അപ്പുറത്തേക്കുള്ള ചാർജർ വീട്ടിൽ കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നമ്മൾ ഒരു 10 മണിക്കൂർ എടുത്തേക്കാം, പക്ഷെ നമ്മൾ ഫുൾ നൈറ്റ് ചാർജ് കിട്ടാൻ നമുക്ക് വീണ്ടും പകൽ ഇത്ര ഓടാനുള്ള ചാർജ് കിട്ടും. അവിടെ കേരളം പോലെ സ്ഥലത്തൊന്നും ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിലൊക്കെ വളരെ കൂടുതലാണ് കേരളം വിട്ട് കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഓൾ ഇന്ത്യ ഒക്കെ ഓടിക്കുന്ന EVക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേരളമൊന്നും ഒന്നുമല്ല ചാർജിങ് സ്റ്റേഷൻസിൻ്റെ കാര്യത്തിൽ. എല്ലായിടത്തും ഇഷ്ടം പോലെയാണ്. പിന്നെ അതിനൊക്കെ ഇൻ്റഗ്രേറ്റഡ് ആപ്പ് ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട് ചാർജിങ് സ്റ്റേഷൻ, അതിൽ എത്ര എണ്ണത്തിൽ ഈ ഓൾറെഡി കണക്റ്റഡ് ആണ്, എത്ര എണ്ണത്തിൽ ഫ്രീ ഉണ്ട്, എല്ലാം കാണിക്കും. അതുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്തു പോകാം. ഇപ്പം നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ കണ്ടിരുന്നു, EVയുടെ ഒരു വൻ പ്രൊമോഷൻ കണ്ടിരുന്നു, മലയിൽ കൂടെ കയറ്റിക്കൊണ്ട് പോകുന്ന EVയുടെ ആ ഒരു പ്രൊമോഷൻ കഴിഞ്ഞ് ആ വണ്ടി പിന്നെ നമ്മളങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അത് ടാറ്റ ഹാരിയറിൻ്റെ പ്രൊമോ ആയിരുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ഫഹദാണ് ഓടിച്ച് വാഗമണിൽ മലയുടെ മുകളിൽ കയറ്റിയത്. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അത് ടാറ്റ ഹാരിയർ ആ സമയത്ത് ഭയങ്കരമായിട്ട് അതിന് ബുക്കിങ്ങും വന്നു. പക്ഷേ അത് വിജയിക്കാതെ പോയതിൻ്റെ കാരണം എനിക്ക് തോന്നുന്ന വണ്ടി മോശമായിട്ടല്ല, ആ സമയത്താണ് ഈ വല്ലാത്ത ലുക്കൊക്കെയുള്ള മഹീന്ദ്രയുടെ 2 EVകൾ വന്നത്. അപ്പം 9eയും BE6ഉം. ഇത് രണ്ടും വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ രൂപവും ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ കണ്ട ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഹാരിയർ ഓൾറെഡി ഉള്ള ഒരു വണ്ടിയിലാണ് അവർ EV ആക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ ആ രൂപം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതുകൊണ്ടും ഇതിൻ്റെ രൂപം ഭയങ്കര പോസ്റ്റ് മോഡേൺ മറ്റേ ബഹിരാകാശം എന്നൊക്കെ വന്ന പോലത്തെ രൂപമൊക്കെ ആയപ്പോഴത്തേക്കും പലരും അതിലേക്ക് മാറി. അതാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഹാരിയർ നല്ല EVയാണ് ഹാരിയറിൻ്റെത്. ഇപ്പം ഈ ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇപ്പം CNG ഉപയോഗിച്ചും വണ്ടികൾ പോകുന്നുണ്ട്. പക്ഷേ CNG ഉപയോഗിച്ച് പോകുന്ന വണ്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ CNG അടിക്കാന്ന് തന്നെ പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമ്മളിപ്പോൾ പോകുന്ന വഴികൾ തന്നെ കാണാൻ പറ്റും, നീണ്ട ക്യൂ കാണാൻ പറ്റും. അപ്പോൾ CNG വണ്ടികളുടെ ഒരു ഇതെങ്ങനെയായിരിക്കും? ഈ CNG പണ്ട് ആദ്യമായിട്ട് ഡൽഹിയിൽ വന്ന സമയത്ത് നമ്മളിത് കാണുന്നതാണ്, ഈ ക്യൂ വർഷങ്ങൾക്ക് മുമ്പ്. ആ ക്യൂ ഇപ്പോഴും കൊച്ചി കാണാം. എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നന്നായിട്ടില്ല. വളരെയധികം സ്ഥലങ്ങളിലൊന്നും വരാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം CNG ഫിറ്റ് ചെയ്ത ഒരു വണ്ടി ടാക്സിയിൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കക്ഷി പറഞ്ഞ കാര്യം വെച്ചാൽ ഇത് രാത്രിയിൽ ഇപ്പോൾ പലയിടത്തും കൊടുക്കുന്നില്ല. അത് രാവിലെ 6 to 6 ഒക്കെ ഉള്ളൂ പമ്പ്. രാത്രിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ CNG ഉള്ള വണ്ടിക്കാരുടെ കാര്യം. പിന്നെ ഇതിൻ്റെ നോസിലെന്ന് പറയുന്നത് ഒരൊറ്റ ഇപ്പോഴത്തെ പുതിയ വണ്ടികളിൽ ഒറ്റ നോസിലെ ഘടിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ക്യൂവിൽ കിടന്നേ പറ്റൂ. അടുത്തൊരു കാര്യം വെച്ചാൽ ഇപ്പം പെട്രോൾ എഞ്ചിനുള്ള ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ പവർ 100 bhp ആണെങ്കിൽ ഇവരിത് ഈ CNG വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു 85 ആക്കും. അപ്പോൾ കുറച്ച് പവർ കുറവായിരിക്കും ഈ CNG വാഹനങ്ങൾക്ക്. അപ്പോൾ ഓടിക്കാൻ ആ ഒരു ഹരമൊന്നും ഉണ്ടാവില്ല. ഇതൊരു ടാക്സി സെഗ്മെൻറ്റിലാണ് അധികവും ഈ കൂടുതൽ ലാഭകരമായിട്ട് ഓടിച്ചു പോകാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ EVകളുടെ അതേ പ്രശ്നമല്ലേ, നിങ്ങൾ ഒരു പ്രൈവറ്റ് വണ്ടി CNG എടുത്തു, ഇതേപോലെ ക്യൂ നിന്ന് അടിച്ച് നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യും, പെട്രോൾ അടിച്ച് പോകും. അതുകൊണ്ട് പ്രൈവറ്റ് വണ്ടികളൊക്കെ കൂടുതൽ ഇത് എപ്പോഴും. പക്ഷേ CNG എന്ന് പറയുന്നത് പെട്രോളിന്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ CNG എന്ന് പറയുന്നത് ലാഭകരമായി വരേണ്ടതല്ലേ? പെട്രോളിൻ്റെയും CNGയുടെയും വില വെച്ച് വലിയ അന്തരം ഇല്ലാതായി. പക്ഷേ CNGയുടെ ഗുണം CNGക്ക് മൈലേജ് കൂടുതൽ കിട്ടും. അപ്പം ഞാനീ പറഞ്ഞ ഈ ഡ്രൈവറിനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പുള്ളിക്ക് 28 കിട്ടുന്നുണ്ട് മൈലേജ്. അതേ വണ്ടി പെട്രോൾ ആണെങ്കിൽ കിട്ടാൻ പോകുന്നത് 15. അപ്പോൾ മൈലേജ് കൂടുതൽ കിട്ടുന്നുള്ളതാണ്. വില ഇത്തിരി വലിയ അന്തരം ഇല്ലെങ്കിലും അതിലേക്ക് ആൾക്കാരെ ഇങ്ങനെ ആകർഷിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ വണ്ടികളുടെ എല്ലാം ADAS എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ പുതിയ വണ്ടികളുടെ എല്ലാം ഒരു പ്രത്യേകത. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്?
അഡാസ് ഇപ്പം പോലെ ഗുണവും ദോഷമുള്ള സാധനം. ഇപ്പം ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇപ്പോൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്ന സാധനം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മുന്നിലൊരു വണ്ടി പോകുന്നു, ആ വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് നമ്മുടെ വണ്ടി അഡ്ജസ്റ്റ് ചെയ്യും. ആ വണ്ടി സ്ലോ ചെയ്താൽ നമ്മുടെ വണ്ടി സ്ലോ ചെയ്യും, ആ വണ്ടി ബ്രേക്ക് ചെയ്താൽ നമ്മൾ ബ്രേക്ക് ചെയ്യും. അങ്ങനെയുള്ള ഗുണമുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ എന്ന് പറയുന്ന സാധനം, സൈഡിൽ കൂടെ വേറൊരു വണ്ടി പെട്ടെന്ന് കടന്നു പോയി നമ്മളെ ഇൻഫോം ചെയ്തു. കുറേ പോസിറ്റീവ്സ് ഉണ്ട്. അതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം അത് ഇന്ത്യയിൽ എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വണ്ടി സ്വയം ബ്രേക്ക് ചെയ്യും. വണ്ടിക്ക് തോന്നിയാൽ വണ്ടിക്ക് ഇപ്പോൾ ആ റോഡ് സൈഡിൽ നിൽക്കുന്ന ആൾ ചാടാൻ പോകാൻ തോന്നി വണ്ടി ബ്രേക്ക് ചെയ്യും. നമ്മളൊന്നും അറിയുന്നുമില്ലൊന്നുമില്ല. നമ്മൾ പുറകെ വരുന്നവൻ നമ്മൾ അപ്പോസിറ്റായിട്ട് ബ്രേക്ക് ചെയ്യുന്നു, അവൻ വന്ന് ബാക്കിൽ ഇടിക്കുന്ന സംഭവങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എമർജൻസി ബ്രേക്കിംഗ് ആണ് എനിക്ക് ഇതിനകത്തൊരു വേണ്ടാത്ത കാര്യമായിട്ട് തോന്നി. അതൊക്കെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്ന എന്താണ് ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുന്ന രാജ്യങ്ങൾക്ക് പറ്റിയ സാധനമായി ഈ സാധനമൊക്കെ. അപ്പോൾ ഇപ്പം പുതുതായിട്ട് ചില കമ്പനികൾ, ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു കമ്പനി, അതായത് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, അവരെന്താ വെച്ചാൽ ഇത് ഇന്ത്യനൈസ് ചെയ്തു. എനിക്ക് തോന്നുന്നു സ്കോഡ എന്നാണ്. ഇവരിത് ഇന്ത്യക്ക് വരുന്ന രീതിയിലേക്ക് അഡാസ് ഇന്ത്യനൈസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ എമർജൻസി ബ്രേക്കിംഗ് ഒക്കെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കി അതൊക്കെ ഒരു മയത്തിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് മാത്രമേ ഇന്ത്യയിൽ ഇത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ, ഇന്ത്യയിലെ ഒരു രീതി വെച്ചിട്ട്. അതാണ് എനിക്ക് തോന്നിയ കാര്യം. പിന്നെ ഇതൊക്കെ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓട്ടോണമസ് ഡ്രൈവിങ്ങിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഈ അഡാസ്. ലെവൽ 2, ലെവൽ 3 അങ്ങനെ ലെവൽ 5 എത്തുമ്പോൾ കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആവും. ഹാൻഡ്സ് ഫ്രീ ഡ്രൈവിങ്ങിലേക്കാണ് പോകുന്നത്. അതും ഇന്ത്യയിൽ എത്രത്തോളം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കൈവിട്ട കളി എന്ന് തന്നെ പറയാൻ പറ്റും, കൈ പിടിക്കാതെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്നും ഇന്ത്യയിൽ വിജയിക്കാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് ട്രാഫിക് വളരേണ്ടിയിരിക്കുന്നു ഇന്ത്യയല്ലേ. ഒരു 2-3 തലമുറ വരെയൊക്കെയൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇപ്പം ഡ്രൈവർലെസ് വണ്ടിയൊക്കെ വരിക എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അതൊന്നും ഇപ്പോൾ പോസിബിൾ അല്ലെന്നല്ല. നമ്മളതിനെ ആലോചിച്ചൊക്കെ അറിയില്ല. നമ്മളിപ്പോൾ ഒരു വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് വരുന്നത്. പശു, പട്ടി, മനുഷ്യൻ, ബൈക്ക്, ഓട്ടോറിക്ഷ, യാതൊരു മാനദണ്ഡവും സെൻസും ഇല്ലാതെ ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എത്ര സെൻസർ വേണ്ടി വരും ഇത് സെൻസ് ചെയ്ത് പോകണമെങ്കിൽ. തട്ടാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ഒട്ടും പോസിബിൾ. ഈവൻ ഇപ്പം നമ്മുടെ കയ്യിലുള്ള വളരെ വില കൂടിയ വാഹനങ്ങളൊക്കെ ഫുൾ സെൻസേഴ്സാണ്. ഈ വണ്ടിയായിട്ട് റോഡിൽ പോകുമ്പോൾ പോലും നമുക്ക് പേടിയാവും. കാരണം ഈ സെൻസറെല്ലാം കൂടെ ഈ നടിച്ചുകൊണ്ടിരിക്കും. സൈഡിൽ കൂടെ അത് വരുന്നു ഇത് വരുന്നു. നമ്മളെന്തോ വേറെന്തോ ഒരു പേടകത്തിൽ അതിരിക്കുന്ന പോലെ തോന്നും. അത്രയധികം നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അനോയിങ് ആയിട്ടുള്ള സംഭവം അത്. അങ്ങനെ സ്ട്രെസ്സായിട്ട് തോന്നും. അത് ശരിക്കും തോന്നും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ഓട്ടോണമസ് ഡ്രൈവിംഗ് ഇന്ത്യയിൽ പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇവൻ കൊച്ചിയിൽ പോലും ഉണ്ട് ഓട്ടോണമസ് ഡ്രൈവിങ്ങിൻ്റെ ഒരു കമ്പനി അത് ചെയ്ത് നോക്കുന്നുണ്ട്. ചേട്ടനിപ്പോൾ 133 രാജ്യങ്ങളിലേക്കൊക്കെ പോയി അവിടുത്തെ റോഡുകൾ കണ്ടു, അവിടുത്തെ വാഹനങ്ങളുടെ ഒരു രീതിയൊക്കെ കണ്ടു. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇനി എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരേണ്ടത്? നമ്മളിപ്പോൾ 2014 ലണ്ടനിലേക്ക് ഡ്രൈവ് ചെയ്തത്. 27 രാജ്യങ്ങൾ ക്രോസ് ചെയ്തല്ലോ. അന്നൊക്കെ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ രാജ്യം ഏതാണ്? നമ്മൾ ഇന്ത്യ ആയിരുന്നു. കാരണം ഇവിടുന്ന് നേപ്പാൾ വരെ ഓടിക്കുന്നതായിരുന്നു നമുക്ക് അന്ന് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം അന്ന് ഇന്ത്യയിലെ റോഡുകളൊന്നും നന്നായിട്ടില്ല, ഒട്ടും ട്രാഫിക് സെൻസ് ഇല്ല. ഇപ്പം പക്ഷെ അത് പറയാൻ പറ്റില്ല. റോഡുകൾ നന്നായി, തീർച്ചയായിട്ടും നന്നായി. പക്ഷെ നമ്മുടെ സെൻസ് മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും നല്ല ഹൈവേയിൽ ഗുജറാത്തിൽ അല്ലെങ്കിൽ രാജസ്ഥാനിൽ ഓടിക്കുമ്പോഴും ഇപ്പോഴും ഓപ്പോസിറ്റ് വണ്ടി വരും. ഒരു സൈഡിൽ കൂടെ വൺ വേ ട്രാക്ക് ആണെങ്കിലും ഓപ്പോസിറ്റ് ഇടവഴിയിൽ നിന്ന് കയറി വണ്ടി വരും. ആ തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് നിയമം കൊണ്ടുവന്ന് ഫൈൻ അടിച്ച് മാത്രമേ മാറ്റാൻ പറ്റൂ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ പോലീസ് വണ്ടി ഒരു ഓപ്പോസിറ്റ് വരുന്ന കാണാം രാജസ്ഥാൻ. പിന്നെ എന്താ ആരോട് പറയാനോ ഇതൊക്കെ ഇല്ലേ. പിന്നെ പശുക്കളെ തൊട്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ കുണുങ്ങി ഇതിങ്ങനെ വരും. നമ്മൾ ഹൈ സ്പീഡിൽ വരുമ്പോഴായിരിക്കും. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ മാറ്റി കംപ്ലീറ്റ് ആയിട്ട് ഫെൻസിങ് ഉള്ള ഹൈവേ. അതിപ്പോൾ അടുത്ത കാലത്ത് നന്നായിട്ട് കണ്ടത് ബാംഗ്ലൂർ, മൈസൂർ. ഒരു പട്ടിക്കുഞ്ഞിന് പോലും അത് കയറാൻ പറ്റിയല്ല. അതുപോലെ ഫെൻസിങ്, ഗംഭീര ഹൈവേ. അതിനകത്ത് ആൾക്കാർ സെൻസിബിളായിട്ട് ഓടിക്കുന്നത് ഞാൻ കണ്ടു. അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ ട്രക്ക് പോകുന്നു, ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ വണ്ടികൾ ഓവർടേക്ക് ചെയ്യുന്നു. അതെന്താണെന്ന് എനിക്കറിയാം. ഞാൻ അന്തം വിട്ടുപോയത്. ഭയങ്കര സെൻസിബിളായിട്ട് ഓടിക്കുന്നുണ്ട്, ഫെൻസിങ്ങും ഉണ്ട്. എത്ര ഹൈവേകൾ തന്നെ എല്ലായിടത്തും വരണം. ഇന്ത്യയിലുടനീളം വന്നാൽ നമുക്ക് കുറച്ചുകൂടെ സുഗമമാക്കാം യാത്രയൊക്കെ. ഓക്കെ. ഇപ്പം കേരളത്തിലെ തന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പം 8 വെച്ചും തന്നെ എടുക്കുകയാണ്. എന്നിട്ടും നമ്മൾ ഓടിക്കുന്നതിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു, സിഗ്നലുകൾ തെറ്റിച്ചു പോകുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് ലൈസൻസ് രീതിയിലായിട്ടും വരേണ്ടത്? ലൈസൻസിങ് രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് ഗൾഫ് രാജ്യങ്ങളുമായിട്ടാണ്. ദുബായിലൊക്കെ രീതി മതി. അതായത് നമ്മൾ 8 വെച്ചു എന്നൊക്കെ പറയുന്നത് ഏതോ പ്രാകൃത കാലത്ത് കൊണ്ടുവന്നൊരു സംഭവമാണ്. അതിന് വരെ റോഡിൽ ഓടിക്കണം. റോഡിൽ ഓടിച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് ഒന്ന് റോഡിലേക്ക് വാഹനമായിട്ട് ഒരാൾ ഇറങ്ങുക, കൂട്ടത്തിൽ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന് ഇരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇയാൾ എങ്ങനെ ഓടിക്കുന്നു എന്നുള്ള കാര്യം. കൊച്ചിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെ പോകണ്ട, ഒന്നും പോകണ്ട. അപ്പോൾ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഇപ്പം ദുബായിൽ ലൈസൻസ് കിട്ടുന്ന ഒരാൾക്ക് ലൈസൻസ് കിട്ടുന്ന അന്ന് തൊട്ട്
സാധാരണ ഏതൊരു മനുഷ്യനും ഓടിക്കുന്ന പോലെ ഓടിച്ചു പോകാൻ പറ്റും. അത്ര അധികം ട്രെയിൻഡ് ആണ് ആള്. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മുടെ കാര്യത്തിൽ പലരും പറയുന്ന കേട്ടുണ്ട്, ഞാൻ 8 വർഷമായി കേട്ടോ ലൈസൻസ് എടുത്തിട്ട്, അന്നും എനിക്ക് ഓടിക്കാൻ അറിയാൻ വയ്യ, ഇന്നും അറിയാൻ ഇല്ലേ, കേട്ടിട്ടില്ലേ? അന്നും എവിടുന്നൊക്കെയോ എങ്ങനെയൊക്കെ ഒപ്പിച്ചു, ഇന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളവരല്ല ലൈസൻസ് ഇരിക്കുന്നത്. അതെ, ഇപ്പോഴും ലൈസൻസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു ഒപ്പിക്കൽ പരിപാടിയാണ് ലൈസൻസ് എന്ന് പറയുന്നത്. എങ്കിലും ഇപ്പം ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും പോരാ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈസൻസിങ് സമ്പ്രദായം വേണം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോഴും നമ്മളിത് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ പഴയ ചോദ്യങ്ങളല്ലേ. അതൊക്കെ മാറ്റിയിട്ട് പുതിയ ട്രാഫിക് സംവിധാനങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ് ലൈൻ ട്രാഫിക് എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടി ഇപ്പോഴും. കാരണം നമ്മൾ ഏറ്റവും വലിയ ഹൈവേകൾ ഇപ്പം നമ്മുടെ രാജ്യത്തും ഇവിടെ കേരളത്തിലും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ സ്ലോ ട്രാഫിക്കുള്ള വണ്ടികൾ പോകണം, നടുക്ക് കൂടെ മറ്റു വണ്ടികൾ പോകണം, റൈറ്റ് സൈഡിലെ ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓവർടേക്ക് ചെയ്യാൻ ഉപയോഗിക്കണം. ഇത് ആർക്കും അറിയാവുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പം നീ എന്തിനാ ഫാസ്റ്റ് ട്രാക്ക് കൂടെ പോയതെന്ന് ചോദിച്ചാൽ ഫൈൻ അടിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ ലൈസൻസിങ് സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അത് പഠിപ്പിക്കണം ആദ്യം. അത് ഞാൻ എപ്പോഴും, ഞാനിപ്പോൾ VD സതീശൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ആദ്യം പറഞ്ഞതാണ്, ജയിക്കുന്നതിന് മുമ്പായിരുന്നു കേട്ടോ, ജയിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം, കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഹൈവേ സംസ്കാരമില്ല. നമുക്ക് ഹൈവേ കണ്ടിട്ടില്ല. നമ്മുടെ ഹൈവേ ഈ കാണുന്ന കുഞ്ഞു ഹൈവേ എല്ലാ കാലത്തും. അപ്പോൾ വലിയൊരു ഹൈവേയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെ എന്ത് ചെയ്യണമെന്ന്. അപ്പം ലൈൻ ട്രാഫിക് കർശനമായിട്ടും നമ്മൾ പഠിപ്പിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറയണ്ടായി. അപ്പോൾ അത് ശരിയാണെന്നൊക്കെ പറയുകയും ചെയ്തു. ഇപ്പം VD സതീശൻ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഇപ്പം മോഡിഫിക്കേഷൻ ഒരു വലിയധികം ചർച്ചയായ ഒരു സംഭവമാണല്ലോ. വാർത്തയൊക്കെ വന്നു, പൂക്കി മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞപ്പം എന്തോ പിടിച്ചു ഇതുണ്ട് കേട്ടോ, ഇല്ലീഗലാണെന്നൊക്കെ പറയുന്നുണ്ട്, പേര് പറഞ്ഞത്. അതെ, ഇപ്പം മോഡിഫിക്കേഷനെ പറ്റി ചേട്ടൻ എന്താണ് പറയാനുള്ളത്? മോഡിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രി തോന്നിയത്. പക്ഷേ ഇത് അദ്ദേഹം പെട്ടെന്നൊന്ന് പറഞ്ഞു പോയി. കാരണം വെച്ചാൽ ഇത് കേന്ദ്ര നിയമമാണ് നമ്മൾ ഇതിൽ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് വന്ന് സംശയം. അദ്ദേഹം എന്താണ് അങ്ങനെ പറയുന്നത് ഞാൻ സംശയിച്ചിരുന്നു. പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ എന്തും ചെയ്തോ, MVD കണ്ണടയ്ക്കും, എന്ത് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ അവസ്ഥ മൊത്തത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം മിസ്യൂസ് ചെയ്യും. എന്നാൽ 2 ലൈറ്റ് വെച്ചു എന്ന് പറഞ്ഞാൽ 5 ലൈറ്റ് വെക്കും. എക്സ്പ്ലെയിൻ ചെയ്യും. അതാണ് ഇതൊക്കെ ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റാത്തത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന നിയമത്തിൽ 2-3 കാര്യങ്ങൾ എനിക്ക് പ്രധാനമായിട്ട് തോന്നി. ഒന്ന്, കളർ ചേഞ്ച് ചെയ്യാം വണ്ടിക്ക്, അത് ബുക്കിൽ എൻഡോഴ്സ് ചെയ്താൽ മതി എന്ന് പറയുന്നത് ഇതുവരെ സമ്മതിച്ചിരുന്നില്ല. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ കുറേ കാലമായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. 2, നമുക്ക് റൂഫ് റാക്ക് ഇത് വെക്കാം, സാധനങ്ങൾ കെട്ടി വെക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് പാടില്ല, അങ്ങനെയാണ്. കാരണം വണ്ടിയുടെ മുകളിലേക്കോ സൈഡിലേക്കോ മുഴച്ച് നിൽക്കുന്ന ഒരു കാര്യങ്ങളും പാടില്ല എന്നാണ്. വണ്ടിയുടെ അതേ ഷേപ്പിലെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണമെന്നാണ്. പക്ഷേ ഇതും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മുകളിൽ കെട്ടി വെച്ച് വരാൻ തോന്നുന്നു കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് നിയമം കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, എങ്കിൽ പോലും അത്ര 2-3 കാര്യങ്ങൾ സമ്മതിച്ചു. പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചോളാൻ പറഞ്ഞു. സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലും മഹാബാധകമായിരുന്നു ഇത്രയും കാലം അല്ലേ. അതൊന്നും ഒഴിവാക്കി കിട്ടി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സെൻട്രൽ ഗവൺമെൻറ് നിയമങ്ങളാണ്. എന്തായാലും ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞൊരു കാര്യം അദ്ദേഹം ചെയ്തു, അല്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നൊന്നും പറഞ്ഞില്ല. ഏതായാലും അങ്ങനെ ഒരു കാര്യമുണ്ട് എൻ്റെ അത്. അതുപോലെ തന്നെയാണ് ഈ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പെയിന്റ് അടിക്കുക, കളർഫുൾ പെയിന്റ് അടിക്കാന്ന് പറഞ്ഞാൽ ഇന്നലെ തൊട്ട് വാർത്തകൾ വന്നു തുടങ്ങി, പെയിന്റ് അടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മൾക്ക് വൈറ്റ് പെയിന്റ് അടിച്ചായിരുന്നു ബസ്സുകൾ ഇത്രയും കാലം, കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നത്. അതിൽ അപകടങ്ങൾ കൂടുന്നു എന്നതിൻ്റെ പേരിലായിരുന്നു നമ്മൾ വൈറ്റ് പെയിന്റ് അടിച്ചത്. അതെങ്ങനെയാണ്, ആര് ചിന്തിച്ചിട്ടും അതിൻ്റെ ആ ലോജിക്ക് ഇങ്ങോട്ട് മനസ്സിലായില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം റോഡിൽ കാണുന്ന ഏതൊരു കാര്യവും നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ മുന്നിലൊരു വലിയ ഒരു ടൂറിസ്റ്റ് ബസ് പോകുന്നു, നമ്മൾ കാറിൽ പോകുമ്പോഴത്തേക്കും മുന്നിലൊരു വലിയ സാധനം, അതിൽ ഹീമാൻ്റെ പടം അല്ലെങ്കിൽ മറ്റേ ദിനോസർ നിൽക്കുന്നു, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്ത് പോകാം. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ റോഡിലെ ഹോർഡിങ്സ് ഉണ്ട്, സൈഡിൽ നോക്കിയാൽ മുഴുവൻ ഹോർഡിങ്സാണ്. തീർച്ചയായിട്ടും ആ ഡിസ്ട്രാക്ഷൻ വരുമല്ലോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം അത് ഗണേഷ് കുമാർ ഇരുന്ന സമയത്തായിരുന്നു അദ്ദേഹം വൈറ്റ് വണ്ടി. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നത് യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് തോന്നിയത്. കാരണം നമ്മൾ ലോകത്തിലെവിടെ പോയാലും എക്സെപ്റ്റ് സം ഏഷ്യൻ കൺട്രീസ്, ഇപ്പോൾ തായ്ലൻഡ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇവിടെയൊക്കെ ഫുൾ കളർഫുള്ളാണ് വണ്ടി, ട്രക്കൊക്കെ, ബസ്സും ട്രക്കൊക്കെ. ബാക്കി എല്ലായിടത്തും വൈറ്റാണ്. കൊള്ളാവുന്ന ഇപ്പം എന്താ ഡെവലപ്ഡ് കൺട്രീസിലും നമ്മളെവിടെ പോയാലും വൈറ്റാണ്. ടൂറിസം യൂറോപ്പിലൊക്കെ നമ്മളെവിടെ പോയാലും വൈറ്റാണ്. അത് ആ ഒരു എലഗൻസ് ഉണ്ട് അല്ലേ, വൈറ്റ് വണ്ടിക്ക് ഒരു എലഗൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരത് ചെയ്തതെന്ന് തോന്നുന്നു. അതായിരിക്കും അദ്ദേഹം അത് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതല്ലാതെ അത് ശ്രദ്ധ തിരിക്കുമെന്ന് ചോദിച്ചാൽ ശ്രദ്ധ തിരിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ വേറെ ഉള്ളതുകൊണ്ട് അതിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എങ്കിൽ പോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ആ ഒരു മൈൽഡ് നിറം
നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. പക്ഷെ നമ്മുടെ നാട്ടിലെല്ലാവർക്കും കുറച്ച് വെറൈറ്റി ആയിരിക്കണമെന്ന് ലൈറ്റും ഫീലുള്ളവരാ. പാട്ടും ഈ സാധനമൊക്കെ വേണം നമ്മുടെ നാട്ടിൽ. ഇപ്പൊ കോളേജ് പിള്ളേരോട് ചോദിച്ചാൽ അവര് തന്നെ പറയും അതൊക്കെ ഇല്ലെങ്കിൽ എന്താ ഒരു രസം, ടൂറിനൊക്കെ പോകുമ്പോ ആണേലും. അല്ല, ഞാനും ആ പ്രായമായിരുന്നു ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞു. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ KSRTC ബസ്സിലൊക്കെ ഇപ്പൊ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്കുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പം ഓർഡിനറി ബസ്സുകളിൽ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയദർശിനി എന്നൊരു പേര് ഇട്ടു. ഇത് എത്രത്തോളം സ്വാഭാവികമായിട്ടും ഇത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് എല്ലാവർക്കും എല്ലാം ഫ്രീ കൊടുക്കണം യാത്രകൾ. കാരണം അതാണ് വേണ്ടത്. കാരണം വെച്ചാൽ നമ്മളിതിന് ടാക്സ് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പം പല ഡെവലപ്ഡ് കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം, ട്രാൻസ്പോർട്ടേഷനൊക്കെ പലതും ഫ്രീ ആയിട്ട് പലതും ഉണ്ട്. പക്ഷേ നമ്മുടെ വരുമാനം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ചെയ്യാറുള്ളത്. ഇപ്പം നമുക്ക് കേരളത്തെ സംബന്ധിച്ച് വരുമാനം കുറവാണെന്നുള്ളതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാറ്. ഇപ്പോൾ തമിഴ്നാട്ടിലും തെലങ്കാനയിലൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ നേരത്തെ നടപ്പാക്കിയത്. അവർക്ക് ഇഷ്ടംപോലെ വരുമാനമുള്ള, ഇപ്പം എൻ്റെ അടുത്തുള്ള ഒരാൾ പറയുന്നത് കേരളത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ ഒക്കെ കൂടുതലുണ്ട് തമിഴ്നാട്ടിലെ തിരുപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ വരുമാനം. അത്രയ്ക്ക് എന്താ പറയുക കാശുള്ള സംസ്ഥാനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ മാക്സിമം ഗവൺമെൻറ് ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്ക് ഇപ്പോൾ ഓർഡിനറി ബസ്സെങ്കിൽ ഓർഡിനറി ബസ് സൗജന്യം കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അതിന് വേണ്ട ഫണ്ട് മറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഇത്രയും കാലം ഓടിക്കൊണ്ടിരുന്ന ടൂറിസവും IT ഒക്കെ മാത്രമാണെങ്കിൽ മറ്റ് മേഖലകളിലേക്കൊക്കെ കടന്ന് വരുമാനം നേടിക്കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ കൊടുക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും പുരുഷന്മാരുടെ ബാധ്യത പറയുള്ളൂ. വീട്ടിൽ നിന്ന് രാവിലെ വണ്ടിക്കൂലി കൊടുക്കണ്ട. പക്ഷെ അങ്ങനെ വരുമ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു വലിയൊരു പ്രശ്നമാണ് വരാൻ പോകുന്നത്. അപ്പം അതിനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ. അതും ശരിയാണ്. കാരണം ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ഓട്ടോമൊബൈൽ കമ്പനികൾ നിങ്ങൾ എന്തുകൊണ്ടാണ് വണ്ടി ഇറക്കുമതി ചെയ്യുമ്പോഴത്തേക്കും ടാക്സ് എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ വിലയുടെ 3 ഇരട്ടി ടാക്സ് കൊടുത്താലേ ഒരു വണ്ടി ഇറക്കുമതി ചെയ്യാൻ പറ്റൂ. അങ്ങനെ നിയമം വെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഇത്രയധികം മാനുഫാക്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ അവരുടെ കഞ്ഞുപിടി മുട്ടും. എല്ലാവരും ഇമ്പോർട്ട് ചെയ്ത് നല്ല വണ്ടികൾ കൊണ്ടുവരുന്നു. ഇവിടെ വണ്ടി ഉണ്ടാക്കുന്ന അവർക്ക് വിൽക്കാൻ പറ്റില്ല. ഇതേ സാധനം തന്നെയാണ് ഇപ്പം പ്രൈവറ്റ് ബസ്സുകാരുടെ അടുത്ത് പറയാൻ പറ്റുന്നത്. അവർക്കെല്ലാം പെർമിറ്റ് കൊടുത്തു, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്ത്രീകൾക്ക് KSRTC സൗജന്യം കൊടുക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കും. അതിൻ്റെ പേരിൽ സമരങ്ങളും ഒക്കെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല പിന്നെ അത്രയധികം നിങ്ങളുടെ സഹായം ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ ഓടുമെന്ന് പറഞ്ഞാൽ അത്രയധികം KSRTC ബസ് വേണം. അതില്ലാത്ത സ്ഥിതിക്ക് എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യയിലേക്ക് ഇപ്പോൾ വരുവാണെങ്കിൽ ഇപ്പോൾ കോമ്പാക്ട് SUV അല്ലെങ്കിൽ മിഡ് സൈഡ് SUVക്കൊക്കെ വളരെയധികം ഒരു ജനപ്രീതി ഉള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ സെഡാൻ്റെ ഒരു തിരിച്ചുവരവൊക്കെ എങ്ങനെയായിരിക്കും? ഒരു പ്രതീക്ഷിക്കാവോ ഒരു വൻ തിരിച്ചുവരവൊക്കെ? ഈ SUVകളൊക്കെ ആൾക്കാർ തിരിയാൻ കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ റോഡ് മോശം ആയതുകൊണ്ട് നമുക്ക് എവിടെയും SUV കയറ്റിക്കൊണ്ട് പോകാന്നുള്ളതാണ് SUVയിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ റോഡുകൾ നന്നായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരുപക്ഷെ കുറേ പേരൊക്കെ സെഡാനിലേക്ക് മാറുക. 2, സെഡാനുകൾ സീറ്റിംഗ് പൊസിഷൻ വളരെ ലോയാണ്. നമ്മൾ ഈ കുറച്ച് പ്രായമായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കുനിഞ്ഞ് ഇറങ്ങലും കയറലും ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പലരും SUVയിലേക്ക് പോയിരുന്നത്. അപ്പോൾ അത് എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. സെഡാൻ്റെ കാര്യത്തിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ റോഡുകൾ നന്നാകുമ്പോൾ ശരിക്കും ഓടിക്കാൻ ഭയങ്കര രസവും യാത്ര ചെയ്യാൻ സുഖവും എപ്പോഴും സെഡാനാണ്. കാരണം അത് റോഡിനോട് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല റോഡ് ഗ്രിപ്പ് കിട്ടും, ഓടിക്കാൻ രസമാണ്. ഇരുന്ന് യാത്ര ചെയ്യാനും ബാക്ക് സീറ്റിലൊക്കെ സെഡാൻ്റെ അകത്തിരിക്കുന്നതിന് സുഖം മറ്റ് ഒരു SUV കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും SUV വാങ്ങിക്കാതെ സെഡാൻ ഭ്രാന്തന്മാരായിട്ട് നടക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇന്നും കൂടി ആളുകളെ കണ്ടുള്ളൂ. ബെൻസിൻ്റെ ധാരാളം EVകളുണ്ട്, പക്ഷേ ഒരു സെഡാനാണ് EV അദ്ദേഹം വാങ്ങിച്ചത്. അപ്പോൾ അത് പറഞ്ഞാൽ ഇതിൽ കിട്ടുന്നൊരു സുഖം ഒരിക്കലും SUV കിട്ടില്ല എന്നാണ്. അപ്പോൾ റോഡുകൾ നന്നാവുകയും ഹൈവേയിലൊക്കെ ചവിട്ടി പിടിച്ച് പോകാൻ ഏറ്റവും ബെസ്റ്റ് എപ്പോഴും സെഡാനാണ്. അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ അതിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് റോഡുകൾ നന്നായി കഴിയുമ്പോൾ. ഇപ്പം നമ്മുടെ റോഡുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ താറ് മേടിക്കുന്നവർ ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു. മഹേന്ദ്രയുടെ താറ് മേടിക്കുന്നവർ. അപ്പം റോഡുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഓഫ് റോഡ് വണ്ടി എന്ന നിലയിലാണല്ലോ താറിൻ്റെ ഒക്കെ ഒരു വരവെന്നൊക്കെ പറയുന്നത്. നമ്മുടെ റോഡുകൾക്ക് അനുകൂലമായ ഒരു വണ്ടിയല്ലേ താറ്? ഇപ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ ബെൻസിൻ്റെ ഇന്ത്യയിലെ CEO ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബെൻസിൻ്റെയൊക്കെ 4 വീൽ ഡ്രൈവ് മോഡൽ ഓഫ് റോഡ് മോഡലുകളിൽ ഓഫ് റോഡ് പോയിട്ടുള്ളവരുടെ ശതമാനം എന്തോ 0.9% ഉള്ളതാണ് അവർ കണ്ടുപിടിച്ചത്. കാരണം ഈ ഓഫ് റോഡ് എന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് അവിടെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നലുണ്ടായി. നമുക്കൊരു കോൺഫിഡൻസ് വരുമെന്നല്ല. ഇത് ആരാ ഇപ്പോൾ ഓഫ് റോഡ് പോകുന്നത്? വളരെ കുറച്ച് വരെ പോകുന്നുള്ളൂ. അപ്പോൾ മഹീന്ദ്ര താർ പോലുള്ള വാഹനങ്ങളുടെ കാര്യം നോക്കിയാൽ അത് ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ 2 വീൽ ഡ്രൈവാണ് കൂടുതൽ വിൽക്കുന്നത്, 4 വീൽ ഡ്രൈവ് അല്ല. കാരണം എനിക്കെന്തിനാ 4 വീൽ ഡ്രൈവ്, ഓഫ് റോഡൊന്നും ഞാൻ പോകുന്നില്ലോ എന്ന് പറഞ്ഞ് 2 വീൽ ഡ്രൈവ് വന്നപ്പോൾ തൊട്ട് 2 വീൽ ഡ്രൈവാണ് കൂടുതൽ വിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു ലുക്കും അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇല്ല, സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടം അത്. സ്ത്രീകളാണ് ഇത് വീട്ടിലെ പുരുഷന്മാരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്, അതിൻ്റെ ആ ഒരു ലുക്കിൽ. അതും പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ എവിടെയും ഇപ്പോൾ ഈവൻ 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ പോലും നമുക്ക് 2 വീൽ ഡ്രൈവ് പോലും എവിടെയും കയറ്റിക്കൊണ്ട് പോകാം താറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് വെള്ളപ്പൊക്കമൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ആൾക്കാർക്ക് അത്തരത്തിലുള്ള വാഹനങ്ങൾ കൂടുതൽ താല്പര്യം വന്നത്. കൂടുതൽ അന്ന് ഇതൊക്കെയല്ലേ ഓടിയത്, ജീപ്പല്ലേ എല്ലായിടത്തും ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ആ ഒരു മൈൻഡ് സെറ്റിന് കാരണം.
അപ്പോൾ അതല്ലാതെ ഒരു ഓഫ് റോഡ് വണ്ടി വാങ്ങിച്ച് ഓഫ് റോഡ് പോകുന്നവരൊക്കെ എനിക്ക് വളരെ ചെറിയ ശതമാനം കുറവാണ്. ഇപ്പൊ താർ എന്ന് പറയുന്നത് നമുക്കിപ്പം ഇരിക്കാനുള്ള ഒരു കംഫർട്ട് എന്ന് വെച്ചാൽ വളരെ കുറവാണല്ലോ. ഫ്രണ്ടിൽ ഇരിക്കാം, പിന്നെ ബാക്കിലേക്ക് വന്നു പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ഏരിയ ആണ്. അപ്പം എന്നിട്ടും താറ് മേടിക്കുന്നവർ കൂടുതലാണ്. അത് ഞാൻ കണ്ടിരിക്കുന്നത് അതാണ്. ഈ ഒരു കുട്ടികളൊന്നുമില്ല, കല്യാണം കഴിച്ചിട്ട് അധികം ആയിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ളവർ താർ വാങ്ങിക്കുന്നുണ്ട്, ഭാര്യയും ഭർത്താവും മാത്രമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഒരു സെക്കൻഡ് കാർ ആയിട്ടൊക്കെയാണ്. വീട്ടിൽ വേറൊരു വണ്ടിയുണ്ട്, ഒരു താറും കൂടെ ഉണ്ട്. താറൊരാഗ്രഹം, അതിനാഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നവരാണ്. അതൊരു വലിയ അതാണ്. അല്ലാതെ ബാക്ക് സീറ്റ് കംഫർട്ട് തീരെ ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് ബാക്കിലേക്ക് കയറുമ്പോൾ പ്രായമുള്ളവർക്കൊന്നും കയറാൻ പറ്റില്ല ബാക്കിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് അവർ റോക്സ് എന്ന് പറഞ്ഞിട്ട് 5 സീറ്റർ കൊണ്ടുവന്ന് അതും സക്സസ് ആയി. അത് ഇതിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഉണ്ട്. കാഴ്ച പക്ഷെ ഇപ്പോഴും ഒരു ഗുമ്മ് ലുക്ക് താറ് പോലെ തന്നെയാണ്. ഇപ്പൊ ജിംനി വണ്ടി ചെറുതാണ് താറിനെക്കാട്ടിലും, എന്നാലും അതും വന്നിട്ട് അധികം അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടോന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അത് ആദ്യത്തെ ജിംനി എടുത്ത ആൾ ഞാനാണ് കേരളത്തിൽ, ഓട്ടോമാറ്റിക്. ഞാൻ ഇപ്പോൾ വിറ്റു, 2 വർഷം 2.5 വർഷം ഉപയോഗിച്ചിട്ടാണ് വിറ്റത്. അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ അതിനെ ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് താറുമായിട്ടാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അതിന് താറിൻ്റെ വിലയുണ്ട്, പക്ഷേ കാഴ്ച താറിൻ്റെ വലിപ്പമില്ല. അപ്പോൾ ആൾക്കാർക്ക് ഇത് താറിൻ്റെ ലുക്കില്ലല്ലോ എന്ന് പറഞ്ഞാണ് അത് പോയത്. പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് റോഡേഴ്സാണ് ജിംനി. ലോകത്ത് എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും. ലൈറ്റ് വെയിറ്റാണ്, അതുകൊണ്ട് കുറേ കൂടെ എവിടെയും കയറി പോകും. ഈ ഇതിനേക്കാളും വെയിറ്റ് കുറവായതുകൊണ്ട്. പിന്നെ അത് പെട്രോൾ ആണെന്നുള്ളത് മറ്റൊരു പ്രശ്നമുണ്ട്. ഇതിന് ഡീസൽ കിട്ടും, അതിന് പെട്രോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊക്കെയാണ് അത് പിന്നിലേക്കുന്നത്. എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ പിന്നെ വേറൊരു വണ്ടി വാങ്ങിക്കാൻ നേരത്തെ അങ്ങ് കൊടുത്തു എന്നേ ഉള്ളൂ. അതിന് ആ ഒരു പ്രശ്നം ടൗണിൽ അതിന് ടേണിംഗ് റേഡിയസ് കൂടുതലായതുകൊണ്ട് വളച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ടൗണിൽ മാത്രം ഓടിക്കുമ്പോൾ. അത്ര ഇഷ്യൂസ് അല്ലാതെ ഒരു പ്രശ്നമില്ല, നല്ല വണ്ടിയായിരുന്നു. പക്ഷേ അതിനെ കമ്പയർ ചെയ്യേണ്ടത് താറുമായിട്ടല്ല. അതിനെ അതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന് കുഴപ്പമില്ല, നല്ല വണ്ടിയായിരുന്നു. മേടിക്കേണ്ടവർക്ക് മേടിക്കാം, തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വണ്ടി മേടിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ മൈലേജ് നോക്കിയാണ് വണ്ടി മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാൽ മൈലേജ് ഇപ്പം നമ്മൾ ഇപ്പം മേടിക്കുന്നിടത്ത് ഇപ്പം മൈലേജ് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും കിട്ടണമെന്നില്ല. അപ്പം നമ്മളിപ്പോൾ വണ്ടി മേടിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മൈലേജ് മാത്രം നോക്കിക്കൊണ്ട് ഒരു വണ്ടി മേടിക്കാൻ പറ്റില്ലല്ലോ. മൈലേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പല കമ്പനികളും വളരെ കുറച്ച് കമ്പനികൾക്ക് ഇപ്പോൾ ഡീസൽ മോഡലുള്ളൂ, ബാക്കി എല്ലാം പെട്രോളേ ഉള്ളൂ. പെട്രോൾ മോഡലിൽ ഇവരെന്തൊക്കെ പറയും 20 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞാൽ കിട്ടാൻ പോകുന്ന 14 ആയിരിക്കും. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കേട്ടോ. അവരത് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കൃത്യമായ വെയിറ്റ് കയറ്റി അങ്ങനെയുള്ള സ്ഥലത്തോട് ഓടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അണ്ടർ സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് കണ്ടീഷൻസ് അവർ പറയുന്നത്. അതൊന്നും അല്ലല്ലോ നമ്മൾ ലോകത്തിലേക്ക് വണ്ടിയായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ അതൊന്നും അല്ല അവസ്ഥ. അത് മൈലേജ് പറയും. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇൻഷുറൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി, ഇൻഷുറൻസ് പ്രീമിയം ഭയങ്കരമായിട്ട് കൂടി, സർവീസ് കോസ്റ്റ് കൂടി, പെട്രോളിൻ്റെ വില കൂടി. ഇതെല്ലാം കൂടിയതുകൊണ്ട് തന്നെ ഒരു വണ്ടി വാങ്ങിച്ച് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മളൊരു സാധനം എല്ലാവർക്കും വരുന്നത് വെച്ചാൽ നമ്മളൊരു വണ്ടി വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു, EMI എത്ര രൂപയാണെന്ന് നോക്കുന്നു. EMI 10,000 രൂപ അടച്ചാൽ മതി, അന്ന് പിന്നെ എടുത്തേക്കാന്ന് വെച്ച് എടുക്കുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ ചിലവുകളാണ് ഒരു വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വേണം വണ്ടി. 10,000 രൂപ EMI അടയ്ക്കുന്ന ഒരു വണ്ടി കയ്യിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു മാസം 25,000 രൂപ എന്തായാലും കയ്യിൽ പോകും. EMI മാത്രം നോക്കിയാൽ പോരാ, കാര്യമില്ല. അത് അങ്ങനെ പലർക്കും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിരിച്ചടി കിട്ടുന്നുണ്ട് പലർക്കും.